നമ്മുടെ ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങളുടെ പരിപാടി കാണാൻ വേണ്ടി സ്കൂളിൽ പോവുകയാണ് കേട്ടോ. അവരുടെ ആനുവൽ ഡേ ആണ്. എങ്ങനെതാ ഞാൻ അനിയത്തിയുടെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. ഇരിക്കുന്ന ആ പൊടിയനുണ്ടല്ലോ, അവൻ വേറെ സ്കൂളിലാണ്. അവൻ്റെ പ്രോഗ്രാം അടുത്ത ആഴ്ച എന്തോ ആണെന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് ഒരു വീഡിയോയും കൂടി എടുക്കാം. ഇതാണ് സ്റ്റേജ്. ആരൊക്കെയോ പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കാനുള്ള സമയം ഇവൻ തരുന്നില്ലായിരുന്നു. അവൻ അപ്പോഴപ്പോഴാ അത് ഇത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് എടുത്ത് ചാട്ടം. നമ്മളവിടെ കസേരയിലല്ല കേട്ടോ ഇരുന്നത്. അവിടെ ഒരു ചെറിയ കെട്ടല്ലല്ലോ, വരാന്ത പോലെ ഉണ്ട്, അവിടെയാണ് നമ്മളിരുന്നത്. അപ്പോഴവന് കളിക്കാൻ വേണ്ടി നല്ല സൗകര്യമായിരുന്നു. ഇതിപ്പോൾ കരയുന്നതുണ്ടോ, എനിക്ക് ജ്യൂസാ വെള്ളം എന്തൊക്കെയോ വേണമെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് കരയുന്നതാണ്. പിന്നെ ഞാൻ നേരെ റോഡിലോട്ട് ഇറങ്ങി ജ്യൂസ് വാങ്ങിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഈ റോഡിൽ കൂടി നടന്നപ്പോൾ വീഡിയോ എടുക്കാൻ എനിക്ക് ഒരു മടിയും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ആ കടയിൽ കയറിയപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ എന്തോ ഒരു മടി. റോഡിൽ നിന്ന് എടുക്കാമെങ്കിൽ പിന്നെ ഒരു കടയിൽ കയറി എടുക്കാനാണോ പാട്? ഇത് എന്നോട് തന്നെ ഞാൻ ചോദിച്ചതാണ്, ഉത്തരം കിട്ടിയില്ല. എന്തായാലും അവൻ ഹാപ്പി ആയി കേട്ടോ. അതാ കണ്ടില്ലേ, അവൻ അടിപൊളിയായിട്ട് ജ്യൂസും കുടിച്ച് എനിക്ക് കൊഞ്ഞനം കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കവിത ഒന്ന് കേട്ട് നോക്കിക്കേ. പാദം കൊണ്ട് വരുവേ വാവാവം 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 വാവൂ. ഈ കവിത എന്തോ എനിക്ക് വളരെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ മാത്രമല്ല, പപ്പയും ഉണ്ടായിരുന്നു. പപ്പ ഏറ്റവും ബാക്കിലായിട്ടാണ് കേട്ടോ ഇരുന്നത്. അതുകൊണ്ടാണ് പപ്പയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നത്. അങ്ങനെ നമ്മൾ ഏവരും കാത്തിരുന്ന കലാപരിപാടികൾ തുടങ്ങാറായി കേട്ടോ. അപ്പോഴേക്കിതാ കണ്ടില്ല, ആളുകളൊക്കെ ശരിക്കും വന്ന് കൂടി കേട്ടോ. നമ്മൾ ആദ്യം വന്നപ്പോൾ കസാരകൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ബാക്കിൽ മൊത്തം കസാരകളുമായി കേട്ടോ. അതുപോലെ തന്നെ ആളുകളും ശരിക്കും ഉണ്ടായിരുന്നു ഈ കുഞ്ഞുമണികളുടെ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്കാണ് ഇവൻ്റെ ഓരോരോ കന്നം തിരുവേളെ. അത് പറയാനാണെങ്കിൽ നിറയെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓട്ടം, ഇതിൻ്റെ ഇടയിൽ വിശപ്പ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു കേട്ടോ. എല്ലാവരും അതും ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഇളയ പുത്രിയുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അമ്മ പിടിച്ച് കൊഞ്ചിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാലും അതിനൊന്നും മൈൻഡില്ല. അവൾ പപ്പയുടെ അടുത്ത് പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അച്ചാമ്മയുടെയും കൊച്ചുമകളുടെയും സ്നേഹപ്രകടനങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ അവൾ പപ്പയുടെ അടുത്തോടി. ഇതാണ് എൻ്റെ അനിയൻ്റെ മൂത്ത പുത്രൻ. ലിഫ്റ്റിക്ക ഒന്നും ഇടൂല, കരി വരയ്ക്കൂല എന്ന് പറഞ്ഞവൻ ഈ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ സത്യം പറയാലോ എനിക്ക് ചിരിയാണ് വന്നത്. പിന്നെ കോൺഫിഡൻസ് കളയണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് കളിയാക്കാനൊന്നും നിന്നില്ല. അവരും ഒരുങ്ങാനുള്ളൊക്കെ തിരക്കിലാണ് കേട്ടോ. ഇത് അടുത്ത പ്രോഗ്രാമിനുള്ള കുട്ടികൾ അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതെൻ്റെ മൂത്ത മോള പ്രോഗ്രാമാണ് കേട്ടോ. ആ അറ്റത്ത് നിൽക്കുന്നതാണ് എൻ്റെ പുത്രി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവരുടെ ഡാൻസ്. ചിലപ്പോൾ സോങ് ഇട്ടാൽ കോപ്പി റൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇടുന്നില്ല. കണ്ടില്ലേ, നമ്മൾ ഇരുന്നും കിടന്നും ചരിഞ്ഞും കിടന്നും എല്ലാം കാണുമായിരുന്നു. അങ്ങനെ അവളെ പ്രോഗ്രാം കഴിഞ്ഞത് അവൾ എത്തിയിട്ടുണ്ട്. അപ്പോഴവളെ എന്നെ പറഞ്ഞു അവളൊരു വീഡിയോ എടുക്കുക. അങ്ങനെ അവളെയും ഫ്രണ്ട്സൊക്കെ പോവുകയാണ്. കണ്ടില്ലേ, അപ്പോഴാണ് ഞാൻ നോക്കുന്നത് അവിടെ കുറേ കുട്ടിക്കുറുമ്പന്മാർ ഇതിൻ്റെ ഇടയിൽ പ്രോഗ്രാം ഒന്നും കാണാതെ അവിടെ പാർക്കിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ പുത്രി ബാഗ് എടുക്കാൻ പറ്റി തിരിച്ചു വന്നു. ഇതെൻ്റെ സഹോദരൻ്റെ മൂത്ത മോളാണ് കേട്ടോ. അവൾക്കും പ്രോഗ്രാം ഉണ്ടായിരുന്നു, നന്നായിട്ട് കളിച്ചു കേട്ടോ. അത് മാത്രമല്ല ഇപ്പുറത്തോട്ടൊരു കുഞ്ഞു കുരുവിയും കൂടിയുണ്ട്, കണ്ടില്ലേ. ഇതാണ് നമ്മുടെ കിലുക്കാൻ പെട്ടി എന്ന് പറയാം കേട്ടോ. ഭയങ്കര അലപ്പാണ് കേട്ടോ. അടുത്തത് നമ്മുടെ വീട്ടിലെ വില്ലൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ. അവൻ എന്തായാലും തകർത്തു, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. വീട്ടിൽ ഇതൊക്കെ തന്നെയാണ് അവൻ്റെ കലാപരിപാടികൾ. അങ്ങനെ നമ്മളിതാ പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇളയ പുത്രിക്ക് മൂത്ത പുത്രി നന്നായിട്ട് ആഘോഷിക്കുകയാണ്. വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ അവർക്ക് അങ്ങനെ മേക്കപ്പ് ഇടാനോ ലിപ്സ്റ്റിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാനൊന്നും സമ്മതിക്കില്ല. അതിൻ്റെ പ്രതിഷേധത്തിൽ അവർ പറഞ്ഞു ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ മുഖത്തുള്ളൊക്കെ കഴുകിക്കളയുന്നു. അതും എന്നോടാണ് പറഞ്ഞതെന്ന് ഓർക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു 2 ദിവസമൊക്കെ ഉണ്ടോ, നീ ഒരാഴ്ച ഇട്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞു. എന്തായാലും വീട്ടിൽ ചെന്ന ഉടനെ അയ്യോ അത് ഇളക്കിക്കളയാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയൂ കേട്ടോ. കുറേ എണ്ണയെ എടുത്ത് തേച്ച് മുഖത്ത് ഒരു മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ ഈ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും പോയി. ഇനി കസാരകൾ മാത്രം ബാക്കി. അയ്യോ.